കേരളത്തിലെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം ഇന്ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്നു. ശമ്പള വർധനവ് ആവശ്യപ്പെട്ടാണ് ആ സമരം. സ്വാഭാവികമായിട്ടും സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർക്ക് ശമ്പളങ്ങൾ കൊടുക്കുന്നതിൽ മാനേജ്മെന്റ് ഗുരുതരമായ വീഴ്ച സംഭവിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരു സമരം നടത്തുമ്പോൾ, ഒരു പ്രതിഷേധം നടത്തുമ്പോൾ അതിന് ഒരു ന്യായ അന്യായങ്ങളൊക്കെ ഇല്ലേ? അതായത് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ നിങ്ങൾക്ക് ശമ്പളം തരുന്നില്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് അതിന് സമരം നടത്തേണ്ടത്? സെക്രട്ടേറിയറ്റിലേക്കാണോ? സ്വാഭാവികമായിട്ട് സെക്രട്ടേറിയറ്റ് സമരങ്ങൾ നടക്കുന്ന ഒരിടമാണ്, സർക്കാരിന്റെ ഭരണസിരാ കേന്ദ്രമാണ്. അവിടത്തേക്ക് ഒരു സൂചനാ പണിമുടക്കോ ഒരു പ്രതിഷേധവും നടത്തുന്നതിൽ തെറ്റില്ല. പക്ഷേ അതിലെ ഒരു പ്രതികരണം കണ്ടപ്പോഴാണ് ഇതിൽ ചില താല്പര്യങ്ങൾ ഉണ്ടോ എന്ന് തോന്നിപ്പോകുന്നത്. സ്വകാര്യ ആശുപത്രികൾ, അതായത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന സകല സ്വകാര്യ മേഖലയിലുള്ള മാനേജ്മെന്റുകളോടും സർക്കാർ ശമ്പളം നിശ്ചയിച്ചു കൊടുക്കണമെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. ആ നിലയ്ക്ക് ജാസ്മിൻ ഷാ എന്ന വ്യക്തി യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ പ്രധാന ഭാരവാഹിയാണ്. അയാളുടെ ഈ പ്രതികരണം കണ്ടപ്പോൾ ഈ സമരത്തിന്റെ ഉദ്ദേശശുദ്ധിയെ തന്നെ റദ്ദാക്കുന്നതാണോ ഈ ഇടപെടൽ? ഇതിന്റെ പിന്നിൽ ചില രാഷ്ട്രീയ ചരടുവലി ഉണ്ട് എന്ന് ബലമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. ജാസ്മിൻ, ഈ സമരം നിങ്ങളുടെ ജീവൻ മരണ പോരാട്ടമാണല്ലേ? തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ചിടത്തോളം 7 വർഷമായി ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യമാണ്. ഇത്രയും കാലം ഞങ്ങളെ പല കാര്യങ്ങളും പറഞ്ഞ് പറ്റിക്കുകയാണ്. യഥാർത്ഥത്തിൽ സർക്കാരിന് ഒരു ബാധ്യതയും വരാത്ത കാര്യമാണ് സ്വകാര്യ ആശുപത്രി ശമ്പളം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഇത് പരിപൂർണ്ണമായിട്ടും നൽകേണ്ടത് സ്വകാര്യ ആശുപത്രികളാണ്. സ്വകാര്യ ആശുപത്രികളുടെ സർക്കാർ ഉത്തരവ് ഇറക്കിയാൽ തരാമെന്നാണ് പറയുന്നത്. ഇത് ഇവർ തമ്മിലുള്ള അന്തർധാരയാണ്. പലപ്പോഴും ഫെബ്രുവരി 21 ഞങ്ങൾ ശക്തമായ സമരം സൂചനാ പടപെടും. ഇന്ന് ഞങ്ങൾ അത്യാവശ്യ വിഭാഗം മാത്രം ആൾക്കാർ കൊടുത്തു. അടുത്ത ദിവസങ്ങളിൽ സമ്പൂർണ്ണമായിട്ട് നമ്മൾ കരുതുന്നത് ഇന്നത്തെ സമരം നടത്തി നിങ്ങൾ എല്ലാവരും തിരിച്ച് നിങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് പോകും എന്നുള്ളതാണ്. മറിച്ചൊരു തീരുമാനം ഉണ്ടോ? തീർച്ചയായിട്ടും ഇന്ന് വൈകുന്നേരം ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇവിടെ വന്ന ഓരോ നഴ്സും അവരെല്ലാം ഒരാഴ്ചക്കുള്ള ഡ്രസ്സുമായിട്ടാണ് വന്നത്. എല്ലാ തയ്യാറെടുപ്പുകളായിട്ടാണ് വന്നത്. ഞങ്ങൾ തിരിച്ചു പോകണോ വേണ്ടയോ എന്ന് പോലും ഇന്ന് വൈകുന്നേരമാണ് തീരുമാനിക്കുക. സർക്കാർ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ഏറ്റവും സുശക്തമായ പ്രക്ഷോഭമായിരിക്കും ഇവിടെ കാണാൻ പോകുന്നത്. ന്യായമായ സമരമാണ്. അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളും ഒരു കാരണവശാലും തള്ളിക്കളയാൻ പറ്റുന്നതല്ല. പക്ഷേ സമരം ചെയ്യേണ്ടത് മാനേജ്മെന്റുകൾക്ക് മുന്നിലാണ്. അതിനും സർക്കാർ തന്നെ ഇടപെടണമെന്ന് ആവശ്യപ്പെടുന്നത് ഒരു തരം താല്പര്യമുണ്ട് എന്നതിന് സംശയമില്ല. കാര്യം ഈ ജാസ്മിൻ ഷാ എന്ന് പറയുന്നത് അത്ര ഒരു നിഷ്കളങ്കനല്ലല്ലോ. അദ്ദേഹത്തിന്റെ പിന്നിൽ ഇപ്പോൾ ഇത്രയും നഴ്സുമാർ വിശ്വസിച്ച് സമരത്തിന് വന്നതൊക്കെ ഓക്കെ, അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. പക്ഷേ നേരത്തെ ഒരു ക്രൈംബ്രാഞ്ച് കേസിൽ ഇദ്ദേഹം പെട്ടിരുന്നു. ഇതും പോരാഞ്ഞിട്ട് ജാസ്മിൻ ഷായെ സ്പോൺസർ ചെയ്തിരിക്കുന്ന കേരളത്തിലെ ഒരു പ്രമുഖ മാപ്ര ആരെന്ന് ചോദിച്ചാൽ അത് മറുനാടൻ ഷാജൻസ്കറിയാണ്. അപ്പോൾ മറുനാടൻ ഷാജൻസ്കറിയുടെ സ്ക്രിപ്റ്റിലാണോ ഇമാതിരി ഊളത്തരം സെക്രട്ടറിയുടെ ഫ്രണ്ടിൽ വന്ന് സമരമായി നടത്തിയതിനു ശേഷം